സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാണ്. ദിലീപ് ദേവസയിലേക്കും അഖിൽ കെയിലേക്കുമാണ് അടുത്തതായി പോകുന്നത്. ആദ്യം ദിലീപിലേക്ക്. ദിലീപ്, കൊല്ലത്ത് മഴ എത്രത്തോളം ശക്തമാണ്? എന്താണ് വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ? സ്മൃതി, ഇന്ന് രാവിലെ മുതൽ തന്നെ കൊല്ലം ജില്ലയുടെ പല ഭാഗത്തും അതിശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. പുലർച്ചെ സമയത്തും അതോടൊപ്പം തന്നെ അല്പം ഇടവിട്ട് പിന്നീട് 9 മണിക്ക് ശേഷമായിരുന്നു ശക്തമായ മഴ ജില്ലയുടെ വിവിധ ഭാഗത്തുണ്ടായത്. കിഴക്കൻ മേഖലകളിലും അഞ്ചൽ, പുനലൂർ, കുളത്തുപുഴ ഭാഗത്തെല്ലാം തന്നെ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം കടപ്പുറത്താണ്. ഈ ഭാഗത്ത് ഉയർന്ന തിരമാലകൾ ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോടൊപ്പം കടലിൽ പോകരുതെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ സ്വാന്തന ചൂണ്ടിക്കാണിച്ചതുപോലുള്ള പരസ്യ ബോർഡുകൾ, അപകടകരമായി നിൽക്കുന്ന പരസ്യ ബോർഡുകൾ ഉണ്ടെങ്കിൽ അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ വൈദ്യുതി പോസ്റ്റുകൾ അപകടകരമായി നിൽക്കുന്നുണ്ടെങ്കിൽ KSEBയിൽ വിവരം അറിയിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളടക്കം ഈ സാഹചര്യത്തിൽ നൽകിയിട്ടുണ്ട്. അതിശക്തമായ കാറ്റ് വരികയാണെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയതെന്നും അധികൃതർ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കൊല്ലം കടപ്പുറത്ത് വലിയ തോതിലുള്ള ഉയർന്ന തിരമാലകളുണ്ട്. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയത്. എന്തായാലും ഇടവിട്ട് മഴ പെയ്യുകയാണ്. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനം കൊല്ലം ജില്ലയിലുണ്ട്. പക്ഷേ കിഴക്കൻ മേഖലകളിലടക്കം ശക്തമായ മഴ പെയ്യുകയും ചെയ്തുണ്ട്. സ്മൃതി, ശരി. അഖിൽ കെയിലേക്ക്. അഖിൽ, കോട്ടയത്ത് ശക്തമായ മഴയാണ്. എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? ഇപ്പോൾ കുറയുന്നുണ്ടോ? സ്മൃതി, ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴയാണ് കോട്ടയം ജില്ലയിലെ മലയോര മേഖലയും ഒപ്പം തന്നെ പടിഞ്ഞാറൻ മേഖലയും ഒക്കെ തന്നെ പെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നേരിയൊരു ശമനം ഉണ്ടായിരിക്കുന്നു. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് കോട്ടയം ജില്ലയിലുള്ളത്. മീനച്ചിലാറിലും മണിമേലാറിലും ഒക്കെ തന്നെ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നു എന്നുള്ളതാണ്. പലയിടങ്ങളിലും റോഡിനോട് സമാന്തരമായി ജലനിരപ്പ് എത്തിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ വൈകുന്നേരത്തോടു കൂടിയൊക്കെ ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക്, കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന വെള്ളം ഈ മീനച്ചിലാറിലൂടെയൊക്കെ ഒഴുകി പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്താൻ വൈകുന്നേരത്തോടുകൂടി അപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളക്കെട്ടിലാവാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. കാരണം ഈ യെല്ലോ അലേർട്ടായിരുന്നു ഇന്ന് രാവിലെ വരെ കോട്ടയം ജില്ലയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് അത് ഓറഞ്ച് അലേർട്ടായി ഉയർന്നിരിക്കുന്നു എന്നതാണ്. അത്ര ശക്തമായ മഴയാണ് ജില്ലയിൽ പെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാശനഷ്ടങ്ങൾ, മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ പോലും ഈ ജലനിരപ്പ് ഉയരുന്നത് ആശങ്ക പരത്തുന്നുണ്ട്. സ്മൃതി.